ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിൽ NMS ആപ്പൊക്കെ പുതുതായിട്ട് വെർഷനൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പഴയതിൻ്റെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അതായത് പഴയ ഫോണിൽ ഫോട്ടോ ക്യാപ്ചർ ആകാനുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും ഫോട്ടോ ഇങ്ങനെ പറയാം, ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ ക്യാപ്ചർ ആവില്ല. അതിൽ കുറേ ആൾക്കാരെ പേരുണ്ടെന്ന് പറയും, എണ്ണം കാണിക്കും എന്നല്ലാണ്ട് വർക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കും, എണ്ണവും കാണിക്കും. പക്ഷേ ഫോട്ടോ സേവ് ആകാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലുള്ള NMS ആപ്പിൽ ആ ഇഷ്യൂസൊക്കെ പരിഹരിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ഫോട്ടോ ക്യാപ്ചർ ആകുന്നിടത്തൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ലോഗിൻ ചെയ്യുമ്പോൾ പലർക്കും പല ഇഷ്യൂസും കാണിക്കുന്നുണ്ട്. അതായത് ലോഗിൻ ആവാത്ത ഒരു പ്രശ്നമുണ്ട്. ആ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരിഹരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ NMS ആപ്പ് നിങ്ങൾക്ക് എല്ലാവരും ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് മാറ്റ് അല്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ വർക്കുകളോടും നിങ്ങളുടെ ലോഗിനിൽ, അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റായിട്ടല്ല പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവർക്കൊന്നും മാറ്റിൻ്റെ 700 രൂപ കൂലി ലഭിക്കില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോഗിനിൽ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യും, പഞ്ചായത്തിലത്തെ മൊത്തം മസ്റ്റോളുകളും ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്ത് പോയിട്ട് അവരോട് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിലവിൽ മാറ്റിൻ്റെ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ലഭിക്കൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് നിങ്ങളെ രജിസ്ട്രേഷൻ ഒന്ന് മാറ്റി ചെയ്യിപ്പിക്കുക. പിന്നെ ഉച്ചക്കത്തെ ഫോട്ടോ എടുക്കാൻ പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്യൂയും കൂടി നമുക്കൊന്ന് പറയാം. അതായത് നിലവിൽ ലോഗ് ഔട്ട് ചെയ്യുകയോ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ഒഫീഷ്യലായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് ലോഗ് ഔട്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NMS ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടില്ല എന്നാണ് അതിൽ പറയുന്ന കാര്യം. അതായത് ലോഗ് ഔട്ട് ചെയ്യുകയോ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് NMS ആപ്പ് നിലവിൽ കിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, NMS ആപ്പ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. NMS ആപ്പ് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ NMS ആപ്പ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണിക്കുക ഇതേമാതിരിയുള്ളൊരു ഷീറ്റായിരിക്കും വരിക. അതിൽ ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറച്ച് പെർമിഷനൊക്കെ അലോ കൊടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം അലോ കൊടുക്കുക. പിന്നെ അതിൽ നിങ്ങളുടെ വർക്ക് കോഡ്, നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്ക് കോഡ് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. ആ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആൾക്കാരുടെ പേര് വന്ന ആൾക്കാരുടെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടിക്ക് ചെയ്തിട്ട് താഴെ കാണിക്കുന്ന കൺഫേം എബോവ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ക്യാമറൻ്റെ ചിഹ്നം കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ളതായിട്ട് വരും. അപ്പോൾ അത് ഫോട്ടോ എടുത്ത് വൈൽ യൂസിങ് ദ ആപ്പ്, അതായത് പെർമിഷൻ എന്തെങ്കിലും ക്യാമറ ഒക്കെ കൊടുക്കുമ്പോൾ ചോദിച്ചാൽ അതിലൊക്കെ പെർമിഷൻ അലോ കൊടുക്കുക. എന്നിട്ട് 8 പേരാണ് പ്രസൻറ്റ് കൊടുത്തെങ്കിൽ 8 പേരെ കറക്റ്റ് കാണിച്ചിട്ട് ഫോട്ടോ സേവ് ആക്കുക. എല്ലാവരും നിരന്ന് നിർത്തിയിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. ഫസ്റ്റ് വരുന്ന ആൾ ഫസ്റ്റ്, ലാസ്റ്റ് വരുന്ന ആൾ ലാസ്റ്റ് എന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യുക. പിന്നെ അതേ വർക്ക് കോഡിൽ വേറെ മസ്റ്റോൾ നമ്പർ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ചെയ്യുക. മസ്റ്റോൾ നമ്പർ വർക്ക് കോഡ് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. ആയതിനു ശേഷം മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ മസ്റ്റോളിൽ ഒരാളെ വന്നിട്ടുള്ളൂ, അപ്പോൾ ഒരാൾക്ക് ടിക്ക് കൊടുക്കുക, കൺഫേം എബോവ് കൊടുക്കുക. അതിനുശേഷം ഈ വ്യക്തിയെ ഫോട്ടോ എടുക്കുക. ഈ വ്യക്തി ഫോട്ടോയിൽ നിൽക്കുമ്പോൾ അത് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അപ്പം അനങ്ങുമ്പോഴാണ് സേവ് ആകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറുങ്ങനൊന്ന് ആക്ഷനൊക്കെ കൊടുത്ത് നിൽക്കുക. എന്നിട്ട് കൺഫേം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് രാവിലത്തെ അപ്ലോഡ് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടി ഓക്കെ സേവ് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. അതിൽ ബാക്ക് അടിച്ചതിന് ശേഷം ഒന്നുകൂടി ബാക്ക് അടിക്കുക.
അപ്പോൾ അതിൽ കാണിക്കാം അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് കാണിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഓരോരാൾക്കാരെ നേരെ പ്രസൻറ്റോ ആബ്സെൻറ്റോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക, ഇവർ പ്രസൻറ്റ് തന്നെ അല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് PDF എന്ന് പറയുന്നത് എടുത്ത് വെക്കുക. അതായത് PDF ആയിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ടാകും. അത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് PDF ആയിട്ട് സേവ് ചെയ്യുന്നത്. അതിനുശേഷം അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ആയിട്ടുണ്ടാവും. അതപ്പോൾ തന്നെ അപ്ലോഡ് ആവും. ഇത് നെറ്റ്വർക്കുള്ള സ്ഥലത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളൊക്കെ റേഞ്ചുള്ള സ്ഥലത്തുനിന്ന് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത മസ്റ്റ് ഓൾ നമ്പർ സെലക്ട് ചെയ്ത് അതും അതേമാതിരി PDF ആക്കി വെച്ചു അപ്ലോഡും ചെയ്തു. പിന്നെ നിങ്ങൾ ഒരിക്കലും ലോഗൗട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. ബാക്ക് അടിച്ച് ഇതേപോലെ തന്നെ ബാക്ക് അടിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ലോഗൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോഗൗട്ട് ഒന്നും ചെയ്യരുത്, ബാക്ക് അടിച്ച് പോവുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ആപ്പ് ക്ലോസ് ചെയ്യുക. ഒരിക്കലും ലോഗൗട്ട് ചെയ്യാനും നിൽക്കരുത്. ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ ഇതേപോലെ തന്നെ നിങ്ങൾ ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് കാണിക്കുന്ന ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പല പെർമിഷനും ചോദിക്കുക. അതൊക്കെ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് വരില്ല. അപ്പോൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുക. അതിന് ശേഷം അവിടെ കുറച്ച് നേരം സ്ക്രോൾ ചെയ്യാൻ സമയമെടുക്കും ചിലപ്പോൾ കറക്റ്റ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ആ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുത്താൽ ക്യാമറ വരും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ ക്യാമറയൊക്കെ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക. അതിനുശേഷം നേരത്തെ രാവിലെ നിന്ന അതേ രീതിയിൽ നിന്നതിന് ശേഷം ഫോട്ടോ എടുക്കുക, സേവ് കൊടുക്കുക. പിന്നീട് രണ്ടാമത്തെ മസ്റ്റ് ഓൾ നമ്പറും രാവിലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും സെലക്ട് ചെയ്യുക. അപ്പോൾ ക്യാമറ വരും. ക്യാമറ വരുമ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കുക. നിലവിൽ ഇപ്പോൾ ഇതിൽ ക്യാമറയിൽ പുറകിൽ ഒരാൾ നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാമറ അങ്ങോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കാതിരിക്കുക. അതായത് നിലവിൽ നിൽക്കുന്ന വ്യക്തിയുടെ പുറകിലോ അല്ലെങ്കിൽ സൈഡിലോ മുഖം വരുന്ന രീതിയിലൊന്നും ഫോട്ടോയിൽ നിൽക്കാതിരിക്കുക. അതിനുശേഷം സേവ് അടിക്കുക. സേവ് അടിച്ചതിന് ശേഷം പിന്നെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് മസ്റ്റ് ഓൾ അപ്ലോഡ് ചെയ്യാൻ വരും. അപ്പോൾ അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് അടിച്ച് 2 ബാക്ക് അടിച്ചാൽ നമ്മൾ മസ്റ്റ് ഓൾ ചെയ്ത സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് അപ്ലോഡ് ചെയ്യാനാണ് ഉണ്ടാവുക. അതിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ക്യാപ്ചർ അപ്ലോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ ചെറിയൊരു ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് കാണിക്കുക. അതിൽ അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റ് ഓൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് പുതിയ NMS ആപ്പിൽ ചെയ്യാനുള്ള. പുതിയ NMS ആപ്പിൽ എന്നല്ല, പഴയ NMS ആപ്പിലും ഇതേപോലെ തന്നെയായിരുന്നു ചെയ്യാനിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്യാപ്ചർ ആവുന്നതിലൊക്കെ പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ആവുന്നുണ്ട്. അതേപോലെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. രാവിലെ നിന്ന ആൾക്കാർ മസ്റ്റ് ഓൾ നമ്പർ മാറിപ്പോകുന്ന ഇഷ്യൂസൊക്കെ പല പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് ഒരു മസ്റ്റ് ഓൾ നമ്പർ രാവിലെ നിന്ന ആൾക്കാരിന് പകരം ഉച്ചയ്ക്ക് ശേഷം നിന്ന് വേറെ മസ്റ്റ് ഓൾ നമ്പറിലെ ആൾക്കാരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അശ്രദ്ധമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതൊക്കെ ഈ തൊഴിലുറപ്പ് നിന്ന് പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അഴിമതി എന്ന രൂപത്തിൽ അത് കണ്ടുകൊണ്ട് തൊഴിലുറപ്പ് നിർത്തലാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഇത് തൊഴിലുറപ്പിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. തൊഴിലുറപ്പ് NMS ആപ്പ് ചെയ്യാത്തവർക്കൊക്കെ ഈ വീഡിയോ ലഭ്യമാകാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.